ഗൈസ് അപ്പോ ഒരു എപ്പിക്ക് അടിച്ചിട്ടുണ്ട് CB. ഡിസൈലിയ എടാ ഡിസൈലിയുടെ കാർഡ് അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്പിന്ന്. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോ ഫൈനലി നമ്മുടെ ഗെയിമിനകത്ത് പാട്രിക് വിയറയുടെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പാട്രിക് വിയറയുടെ കൂടെ ലിലിയൻ തുറാം അതുപോലെ ഡിസൈലിയുടെ കാർഡ് കൂടെ വന്നിട്ടുണ്ട്. ഡിസൈലിയുടെ കാർഡ് ബിഗ് ടൈം ആക്കിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് പാട്രിക് വിയറയുടെ കാർഡ് ബിഗ് ടൈം ആക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഡിസൈലിയുടെ കാർഡ് അവർ ബിഗ് ടൈം ആക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസ് 1998 ആ ഒരു വേൾഡ് കപ്പ് വിന്നർ ആയിട്ടുള്ള ആ ഒരു പാക്കാണ് അവർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നല്ലേ, എന്തായാലും വർത്ത് പാക്ക് തന്നെയാണ്. ഏത് കാർഡ് കിട്ടിയാലും ഞങ്ങൾക്ക് വർത്താണ് ഗൈസ്. അപ്പോൾ ലിലിയൻ തുറാം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക്, പാട്രിക് വിയറയ്ക്ക് വേണ്ടി കറക്കുന്നവരാണെങ്കിൽ ലിലിയൻ തുറാം കിട്ടിയാലും വർത്താണ്. അപ്പോൾ എന്തായാലും ആരും മിസ്സാക്കണ്ട, നമ്മളും സ്പിൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ലിലിയൻ തുറാമിന്റെ കാർഡ് നമ്മുടെ അക്കൗണ്ടിനകത്ത് ഉണ്ട്. നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് പാട്രിക് വിയറയുടെ കാർഡാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ ഒരു പാക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ അധികം കോയിൻസ് ഒന്നും ഇല്ല, 3200 കോയിൻസേ ഉള്ളൂ. ആ ഒരു കോയിൻസിൽ പാട്രിക് വിയറയുടെ കാർഡ് മാത്രം കിട്ടിയാൽ മതി, വേറെ ആരെയും നമുക്ക് വേണ്ട. എന്തായാലും നമ്മൾ നല്ല വെയിറ്റ് ചെയ്തിരുന്നതാണ്, എല്ലാവരും നല്ല വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, കാരണം ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടൊക്കെ എല്ലായിടത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ് പാട്രിക് വിയറ എപ്പോ വരും, പാട്രിക് വിയറ എപ്പോ വരും. അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത്. ഡിസൈഡിക്ക് ഏരിയൽ ഫോർട്ട് ഷാഡോ ഹണ്ട് എന്ന് പറയുന്ന ടോപ്പ് സ്കില്ലിലൂടെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ബിഗ് ടൈം ആക്കിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പാട്രിക് വിയറ ലോങ് റീച്ച് ടാക്കിളും വിഷണറി പാസും, പിന്നെ ലിലിയൻ തുറാം ഫോർട്രസും ലോങ് റീച്ച് ടാക്കിളും, അത്യാവശ്യം എല്ലാവർക്കും ടോപ്പ് സ്കില്ലൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, കുറച്ച് കോയിൻസേ ഉള്ളൂ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ സ്പിൻ ചെയ്തിട്ട് ആരൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ആദ്യം തന്നെ 100 വെച്ച് സ്പിൻ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം 100 കൊടുക്കാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം തന്നെ ഒരു ബേസ് കാർഡ് തന്നിട്ടുണ്ട്. തുടക്കം തന്നെ നമുക്ക് ബേസ് കാർഡിലാണ് തുടങ്ങിയിട്ടുള്ളത് ഗൈസ്. അപ്പോ വീണ്ടും ഒരു 100 കൊടുക്കാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. വീണ്ടും ഒരു ബേസ് കാർഡ്. $900 കൊടുത്തു നോക്കാം ഗൈസ്. അപ്പോ ഫസ്റ്റ് 900 സ്പിൻ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോ ഒരു എപ്പിക്ക് അടിച്ചിട്ടുണ്ട് CB. ഡിസൈലിയ എടാ ഡിസൈലിയുടെ കാർഡ് അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്പിന്ന്. പാട്രിക് വിയറ മതിയായിരുന്നു, ഇനിയിപ്പോ അങ്ങോട്ട് കിട്ടാൻ പാടായിരിക്കും. എടാ ബിഗ് ടൈം കാർഡ് തന്നെ ആദ്യം തന്നെ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 900 ബിഗ് ടൈം കാർഡ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല, പക്ഷെ ഡിസൈലയുടെ കാർഡ് ആവശ്യമില്ല. മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് ഡിസൈലയുടെ കാർഡ് എന്തായാലും യൂസ് ചെയ്യും, ആവശ്യമില്ലാന്ന് തോന്നുന്നു. പാട്രിക് വിയറ മാത്രം കിട്ടിയാൽ മതിയായിരുന്നു, ഇനിയിപ്പോ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അടുത്തൊരു പാട്രിക് വിയറ കിട്ടിയ വർത്താണ്. അപ്പോ സെക്കൻഡ് 900 100 ചെയ്ത് നോക്കാം. 100 ചെയ്യാണ് ഗൈസ്. LB ലിലിയൻ തുറാമിന്റെ കാർഡ് വേണ്ട, ചിലപ്പോ ഇനിയിപ്പോ കിട്ടാണെങ്കിൽ അതായിരിക്കും കൊണ്ട് തരുന്നത്. നമ്മുടെ കയ്യിൽ ലിലിയൻ തുറാമിന്റെ കാർഡുണ്ട്, ജുവന്റസിന്റെ കാർഡുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് 2 900 ചെയ്യാനുള്ള കോയിനേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോ ഇനി ഒരു 1900 കോയിൻ ഉണ്ട്. നമ്മുടെ ടാർഗറ്റ് പാട്രിക് വിയറ. ഈ പാക്കിനകത്തുനിന്ന് ഒരു പ്ലെയറെ നമുക്ക് കിട്ടി, അതും അതിനകത്തുള്ള ബിഗ് ടൈം കാർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയത്, ഡിസൈലയുടെ കാർഡ്. നമുക്ക് വേണ്ടത് പാട്രിക് വിയറ മാത്രം മതിയായിരുന്നു. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. 2 സ്പിൻ ചെയ്യാനുള്ള കോയിനേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. എടാ പോയി, അങ്ങനെ ഡിസൈലിൽ മാത്രം നമ്മൾ തൂക്കിയിട്ടുണ്ട്. പാട്രിക് വിയറ തരൂലെന്ന് തോന്നുന്നു. അപ്പൊ ഒരു 100 കൂടെ ചെയ്യാം, ഒരു 100 കൂടെ ഉണ്ട്.
100 ചെയ്യാം, എന്നിട്ട് 900 പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ലക്കി അല്ല അപ്പോ അവസാനമായിട്ടൊരു 900 കോയിനുണ്ട്. ലാസ്റ്റ് സ്പിന്നാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കോയിന് കാര്യങ്ങളൊക്കെ തീർന്ന്, ഇനി സ്പിന്നും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, പാട്രിക് വിയറ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പാക്ക് സ്പിൻ ചെയ്യാന്ന് വിചാരിച്ചത്. പാട്രിക് വിയറ തന്നില്ല, അപ്പൊ അതിന് പകരം ഡിസേലിയുടെ കാർഡ് തരുന്നതിന് പകരം ആ ഒരു BMF പാട്രിക് വിയറ തന്നെങ്കിൽ മതിയായിരുന്നു. ലാസ്റ്റ് സ്പിന്നാണ് ഗൈസ്, ഇതിലെങ്കിലും കിട്ടുമോ? ഓക്കെ, ലാസ്റ്റ് സ്പിൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, മൂഞ്ചിട്ടുണ്ട് നല്ല പോലെ. അങ്ങനെ എംബാപ്പെ തന്നു, ഫസ്റ്റ് കിടന്ന എംബാപ്പെ. എടാ, അത് മാറ്റായിരുന്നു. ആദ്യം കിടന്ന എംബാപ്പെ തന്ന്. അപ്പൊ ആദ്യം നമ്മൾ പൊസിഷൻ മറ്റേ ഓവർ റേറ്റിംഗ് ഇട്ടിരുന്നപ്പം ഏത് കടായിരുന്നു? പാട്രിക് വിയറല്ലേ ആയിരുന്ന ഓവറോൾ റേറ്റിംഗിന്? എടാ, അപ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓവറോൾ റേറ്റിംഗിനകത്ത് ലില്ലിയൻ തുറാമാണ്. പാട്രിക് വിയറ അപ്പോ നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. ഇപ്പൊ എന്തായാലും ബാക്ക് ഓപ്പണിംഗ് കഴിഞ്ഞു. ബ്രസീലിൽ നമുക്ക് എത്ര ഓവറോൾ റേറ്റിംഗ് എത്രയാണെന്ന് നോക്കാം. സോറി, ലില്ലിയൻ തുറാമിന്റെ കാർഡ് നമ്മുടെ ഇതിനകത്തുണ്ട്. ജുവന്റസിന്റെ കാർഡ്, ഈ ഒരു കാർഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലില്ലിയൻ തുറാം ആവശ്യമില്ല. സെയിം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓർഡർ ഓഫ് സൈനിങ് ഡിസൈലി. ലെവൽ ട്രെയിനിങ് 107 ഗൈസ്. ഓവറോൾ റേറ്റിംഗ് 107 ആണ്. ബൂസ്റ്ററോടെ കൊടുത്തു നോക്കാം. ഷട്ട് ഡൗൺ കിട്ടിയാൽ മതിയായിരുന്നു. ഏരിയല്ല, ഫിനിഷിങ്, ഹെഡിങ്, ജമ്പിങ്, ഫിസിക്കൽ കോണ്ടാക്ട്. ഗൈസ്, അപ്പൊ 107 ആണ് ഓവറോൾ റേറ്റിംഗ്. ഇപ്പോ ബാക്ക് ഓപ്പണിംഗ് കഴിഞ്ഞു. 3200 കോയിനിൽ നമുക്കൊരു ബിഗ് ടൈം കാർഡ് മാത്രം കിട്ടി. പാട്രിക് വിയറ കിട്ടിയെങ്കിൽ 3200 കോയിൻ പോയാലും കുഴപ്പമില്ല, പാട്രിക് വിയറ മാത്രം മതി. ഡെറോസിയുടെ കാർഡ് ഉണ്ട്, എങ്കിലും പാട്രിക് വിയറ തന്ന ആ ഗെയിമിനകത്ത് തന്ന ഒരു ഇത് വേറൊരു കാർഡും കൊടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ പാക്ക് ഓപ്പണിംഗ് കഴിഞ്ഞു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നിങ്ങൾ ആ പാക്ക് കറക്കിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കിട്ടിയിട്ടൊന്ന് കമന്റ് ചെയ്തു ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.